ഡാ വണ്ടിൻ്റെ നമ്പർ നോക്കടാ. KL22. വിട് 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 പിടിക്ക്, നിർത്താൻ പറയും. ആ മോനെ അങ്ങനെ വണ്ടി സൈഡാക്കി ചെയ്യുന്നുണ്ട്. ഇതാണ് വണ്ടി, KL22T0007. നമ്മൾ ഹാഫ് ഡെസേർട്ടിലുള്ളത്. ഇപ്പോൾ ഹാഫ് ഡെസേർട്ടിൽ നിന്നാണ് ഈ വണ്ടി നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ളത്. അപ്പം ചങ്ങന്മാരെ, ഇതാണ് ആ മുതൽ. കേരള നമ്പറിൽ ദുബായിൽ മറ്റ് വണ്ടികളുടെ കൂടെ പാറി പറക്കുന്ന BMW. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുള്ളത് സുനിൽ ഭായ് ആണ്. ഹലോ സുനിൽ ഭായ്, എങ്ങനെയുണ്ട്? UAE നിങ്ങൾ കുറെ കാലമായിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? ഞാൻ കഴിഞ്ഞ 21 കൊല്ലമായിട്ട് UAE-ലാണ്. ഓക്കെ. അപ്പോൾ എന്താണ് നിങ്ങൾ നാട്ടിൽ നിന്നൊരു വണ്ടി, നാട്ടിൽ നിന്ന് നിങ്ങൾ GS ഒക്കെ റൈഡ് ചെയ്യുന്ന വീഡിയോസ് ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളൊരു ഇത് ഞാൻ നോക്കിയിട്ട് ഇവിടെ എനിക്ക് ഓൾറെഡി ലൈസൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വണ്ടി കഴിഞ്ഞ ജൂണിലാണ് ഞാൻ വണ്ടി റിസീവ് ചെയ്യുന്നത് നാട്ടില്. പക്ഷേ എനിക്ക് ഓടിക്കാൻ തീരെ സമയം കിട്ടിയില്ല അവിടെ. ഞാൻ ഉടനെ തന്നെ ഒബ്വിയസ്ലി നമ്മൾ ജോലി ചെയ്യുന്നതും ജോലിയുടെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലേറെ കൂടുതൽ നമ്മൾ ഇമാറാത്തിലാണുള്ളത്. അപ്പൊ ഇവിടെ ഓടിക്കാന്ന് കരുതിയില്ലേ? അതെ, ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. അപ്പൊ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ റൈഡിംഗ് സീസണും ഓൾമോസ്റ്റ് തുടങ്ങാറായി. ഞാൻ വിചാരിച്ചു വൈ നോട്ട് ടു ബ്രിങ് ദ ന്യൂ ബൈക്ക് ഹിയർ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് നാട്ടിലെ നല്ലൊരു ഡിസിഷൻ ആയി തോന്നുന്നു. നല്ലൊരു ഡിസിഷൻ ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറെ പേപ്പർ വർക്ക്സും ആണ് അതിന്റെ ബാക്കിൽ. കുറെ ഇഷ്യൂസ് ഉണ്ട്. കാണുന്ന മാതിരി സിമ്പിൾ അല്ല. എന്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയും ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു ബ്രിങ് ഇറ്റ് ഹിയർ. യു ക്യാൻ ബൈ എ ന്യൂ ബൈക്ക്. അതിന്റെ ചെലവിലല്ലേ ഇവിടെ ഒരു നല്ലൊരു ബൈക്ക് മേടിക്കാം. അപ്പം അതിന്റെ കുറെ പേപ്പർ വർക്കും ബാക്കി ഡിലേസും ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. ബിക്കോസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവരുന്നതിന്റെ റീസൺസ് ഞങ്ങൾക്ക് അവിടുത്തെ കസ്റ്റംസിന്റെ അടുത്ത് പറയേണ്ടി വരും. പിന്നെ കസ്റ്റംസ് അത് പരിശോധിച്ചിട്ട് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ഓക്കെ പറയും, ഇല്ലെങ്കിൽ അവർ ഡിനൈ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ATA കാർനെറ്റ് വഴിയാണ് നിങ്ങൾക്കിത് കൊണ്ടുവരാൻ പറ്റുന്നത്. ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നത് ATA കാർനെറ്റ് വഴിയാണ്. ഫോർ വിച്ച് യു ഹാവ് ടു ഗിവ് എ ഡെപ്പോസിറ്റ്. റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് 6 lakhs റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ അവിടെ. അവർ വണ്ടിയുടെ വാല്യൂ ഒക്കെ അനുസരിച്ചാണ് ഡെപ്പോസിറ്റ് വെക്കുന്നത്. അതെ, വണ്ടിയുടെ ടോട്ടൽ വാല്യൂ ഇന്ത്യ മാർക്കറ്റിൽ എന്താണ് ഇൻവോയ്സ് വാല്യൂ, അതിൻ്റെ ഏതോ ഒരു പെർസെൻറ്റേജ് ആണ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ അവിടുന്ന് വണ്ടി കൊണ്ടുവരാൻ നേരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഓൾട്രേഷനും ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്ക് സ്റ്റോക്ക് കണ്ടീഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ ഇത് തിരിച്ചും കൊണ്ടുപോകണം. അപ്പോൾ എന്തെങ്കിലും ഇതിനകത്ത് ചേഞ്ചസ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഡിപ്പോസിറ്റ് കിട്ടത്തില്ല. വണ്ടിയുടെ ആ പർട്ടിക്കുലർ പോർഷൻ സീസ് ആവും, ഇല്ലെങ്കിൽ വണ്ടി തന്നെ ഒരു കേസിലേക്ക് പോകും. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. സോ ഇറ്റ്സ് ഓൾവേസ് അഡ്വൈസബിൾ ഇഫ് യു ആർ ബ്രിങ് ദ സ്റ്റോക്ക് വെഹിക്കിൾ ആൻഡ് ടേക്ക് ഇറ്റ് ബാക്ക് ദ സ്റ്റോക്ക് കണ്ടീഷൻ. ഇത് BMW-യുടെ RT 1250 സ്പോർട്ട് മോഡലാണ്. നാട്ടിലെ ഇത് ആദ്യത്തെ വണ്ടിയാണ്. ഓൾ ഇന്ത്യയിൽ 6ാമത്തെ വണ്ടിയാണ്. ഓൺലി 6 people in India. കേരളയിലെ ഫസ്റ്റ് വണ്ടിയാണ് ഇത്. ഓൾ ഇന്ത്യയിൽ ഏകദേശം ഒരു 5-6 പേർക്കേ ഉള്ളൂ ഈ വണ്ടി. അതാണ് എൻ്റെ അടുത്ത് BMW പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കൂൾ വൺ. അപ്പോൾ enjoy your ride. Thank you, Jassim. It's a pleasure meeting you. Thank you very much. Wishing you all the best in Ramadan. Thank you very much. Take care. Ramadan Kareem. Thank you.